ഹൗ പിണറായി വിജയന്റെ സർക്കാർ എത്ര ഭേദമായിരുന്നു എന്ന് 5 ദിവസം കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ മൊത്തം തോന്നിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. വല്ലാത്ത നേട്ടം തന്നെ. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ 4 പേരെയും കൂടെ കണ്ടില്ല, ആരെങ്കിലും ഒരാളെ. ആ ഒരാൾ ആരാണെന്ന് പറ. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഞാൻ ഏറ്റു. അയ്യടാ, നീ അങ്ങനെ തനിച്ച് ബുദ്ധിമുട്ടണ്ട, ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടാൻ തയ്യാറാണ്. അത് തന്നെ, നമ്മളെ വെട്ടിച്ച് ഒരു 5-ാമൻ അവളെ കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും അവളുടെ മേലൊരു കണ്ണു വേണം. ഒരു കണ്ണോ? അതിനുവേണ്ടി ഈ 2 കണ്ണുകളും ദാനം ചെയ്തിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 7-ാം നാളിലും കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാകാതെ കോൺഗ്രസ്. സ്വാഭാവികം. അനുനയ നീക്കത്തിന് KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും വഴങ്ങാതിരുന്നതോടെ തീരുമാനം AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി എന്നിവർക്ക് വിടുകയായിരുന്നു. നമുക്ക് ബോക്സിംഗ് അറിയാൻ നമുക്ക് തോന്നിയാ പോരെ? അതിന് ശരിക്കും ഇടിക്കുന്ന കാര്യമില്ലല്ലോ. ഇടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞിടിയായിരിക്കണം. ഈ ഇടി കണ്ടിട്ട് വേണം നമ്മൾ ആരെ വേണോ നമ്മൾ തീരുമാനിക്കാൻ. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. സോ നോ കോംപ്രമൈസ്, നോ സെന്റിമെന്റ്, നോ ഫ്രണ്ട്ഷിപ്പ്. യവന്മാരെ തോപ്പിക്കാൻ ദിവസവും നാടുനീളെ ഹർത്താലും ബന്ദ് സംഘടിപ്പിക്കണം. തൊഴിലാളികളെ മുഴുവൻ സമരരംഗത്തിറക്കണം. പഴയതുപോലെ അനാവശ്യ കാര്യങ്ങൾക്ക് സമരം ചെയ്യാൻ തൊഴിലാളികളെ കിട്ടില്ല. വിദ്യാർത്ഥികളാണ് നല്ലത്. പിള്ളേരെ മുഴുവൻ തെരുവിലിറക്കി വാഹനങ്ങൾ തല്ലി തകർക്കണം. ഭരണം നിശ്ചലമാക്കണം. അങ്ങനെ ഒരു നിമിഷം പോലും ദിവാകരനെ സ്വസ്ഥമായി ആ കസേരയിലിരിക്കാൻ അനുവദിക്കരുത്. താൻ ആ പാർട്ടി ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചേ. ഇനിയും കഴിഞ്ഞില്ല ഒരു മുട്ടിഞ്ഞ എക്സിക്യൂട്ടീവ്. ദ്വാരം വീടൊരു കപ്പലാണ് ഈ മന്ത്രിസഭ. ഘടകകക്ഷികൾക്ക് പ്രശ്നം, ഓരോ കക്ഷികൾക്കും 25 ഗ്രൂപ്പുകൾ. അതിനിടയ്ക്ക് ഇതും ഒന്ന് മനസ്സിലാക്കണം, പബ്ലിക് അവരുടെ കൂടെയാണ്. എങ്ങനെ ഇരിക്കുന്നു?